ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കനക നവിക്കുള്ള ഫുഡൊക്കെ ആയിട്ട് ചെല്ലുവാണ് കേട്ടോ. അപ്പോൾ നവിയോട് പറയുന്നുണ്ട്, നയനമോൾ അവിടെ പോയി നിൽക്കുന്നുണ്ട്, ഇവിടെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, പക്ഷേ അതങ്ങനെ നിൽക്കട്ടെ, എന്നാലേ മോളുടെ വില മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ നവി പറയുന്നുണ്ട്, ഞാൻ അവളെ ഒരുപാട് തെറ്റിദ്ധരിച്ചു, എനിക്ക് അവളോട് അസൂയൊക്കെ ആയിരുന്നു അമ്മേ, പക്ഷെ അവൾ ജീവൻ കൊടുത്ത് നമ്മളെ സ്നേഹിക്കുന്നതെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്നൊക്കെ പറയുവാണ്. എന്നിട്ട് നമ്മുടെ നവ്യ ചോദിക്കുകയാണ്, ആദർശമായിട്ട് അവളിപ്പോൾ എങ്ങനെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ, ഞാനൊന്ന് മുല്ലപ്പൂവൊക്കെ ഇട്ടത് അവർ കട്ടിലയിലൊക്കെ വെതറി ഇട്ടായിരുന്നു, മാറ്റമൊക്കെ ഉണ്ട്. എന്നിട്ട് കനക പറയുകയാണ്, പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അബിയെപ്പോലെ അല്ല, ആദർശം ഒന്ന് സ്നേഹിച്ച് കിട്ടി കഴിഞ്ഞാൽ റെഡിയാവും എന്ന് പറയുമ്പം നവ്യം പറയുകയാണ് ശരിയാന്ന്. എന്നിട്ട് നവ്യക്ക് ഫുഡൊക്കെ വാരി കൊടുക്കുവാണ് കേട്ടോ കനക. ആ സമയത്ത് ആദർശ് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പം നയനെ വിളിക്കുവാണ് കേട്ടോ. വിളിക്കുമ്പോൾ ആദർശ് പറയും, നീ വരുവാന്ന് പറയാൻ വേണ്ടി വിളിക്കുവാണെങ്കിൽ എനിക്കൊരു നിർബന്ധമില്ല എന്നൊക്കെ ജാടയ്ക്ക് പറയുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ നയന പറയുന്നുണ്ട്, ഞാൻ വരുവാന്ന് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതൊന്നും അല്ല, നിങ്ങളുടെ ഇൻഹേലർ തീരാറായി, അപ്പോൾ അത് മേടിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും ആദർശ് അല്ലാതൊക്കെ എനിക്കറിയാം, നീ കൂടുതൽ പറയുമൊന്നും വേണ്ട, എനിക്ക് എൻ്റെ കാര്യങ്ങൾ എന്താ അറിയാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുവാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ നയന ഫോൺ വെക്കുവാണ് കേട്ടോ. എന്നിട്ട് വണ്ടിയിൽ കയറി ആദർശം നോക്കുമ്പോൾ ഇപ്പം ആദർശം ഇങ്ങനെ ചിന്തിക്കും, അവൾ പറഞ്ഞ അത്ര കറക്റ്റാണ്, തീരാറായി, അവൾ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയി മാറി ഞാൻ പോലും അറിഞ്ഞില്ല, അവളില്ലാതെ എനിക്ക് എന്തായാലും പറ്റത്തില്ല, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ നയനിങ്ങനെ ചിന്തിക്കുവാണ്, ദൈവമേ ഇനി തിരിച്ചു പോകാണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്നെ വേണ്ടെന്ന് വെക്കുമോ, അവിടെ എനിക്ക് എന്നെ വേണ്ടെന്ന് പറയാനും കുറേ ആൾക്കാരുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ ദേവയാനി മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ മുറിയിലോട്ട് എത്തുവാണ് കേട്ടോ. ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ പോകാമെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞില്ലായിരുന്നോ കല്യാണം വിളിക്കാൻ വേണ്ടി പോവാ ബീടെ, അപ്പോൾ മോളുടെ വീട്ടിലും കൂടെ ഒന്ന് കയറണം എന്ന് പറയുമ്പോൾ ദേവയാനി മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ, ദൈവം ഇവരോട് അവളിങ്ങ് വരണേന്ന്. എന്നിട്ട് അച്ഛനോട് അമ്മയോടും പറയാം, നിങ്ങൾ പക്ഷേ അവളെ നിർബന്ധിക്കാനൊന്നും പോകണ്ട, അവൾ വരുന്നെങ്കിൽ വന്നാൽ മതി, എനിക്കിപ്പോൾ ഇവിടുത്തെ എല്ലാം ഓക്കെ ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ ചോദിക്കും, അതിന് നിനക്ക് മേത്തുവേദന എന്നൊക്കെ അല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ, അത് കുറേ നാൾ കൂടി ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അച്ഛാ, പക്ഷേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലാത്ത പണിയൊന്നുമില്ല, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് മുത്തശ്ശിയും പറയുന്നുണ്ട്, എന്നാൽ അങ്ങനെ ആവട്ടെ, പ്രത്യേകിച്ചൊന്നും മിണ്ടാണ്ട് അവർ കല്യാണം വിളിക്കാൻ പോകുന്നുള്ള രീതിയിൽ തന്നെ ഇവിടെ ഇറങ്ങുവാണ് കേട്ടോ. ദേവയാനി ഇങ്ങനെ വിഷമിച്ചങ്ങനെ നിൽക്കുവാണ്, ഇനിയിപ്പോൾ കൊണ്ടുവന്നില്ലല്ലോ എന്ന് ഓർത്ത്. ആ സമയത്ത് ആദർശിൻ്റെ അടുത്ത് പവിത്ര കുറച്ച് ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്യാൻ കൊടുത്തിരുന്നു, അത് മേടിക്കാൻ വേണ്ടി വരുവാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഞാനതൊന്നും സൈൻ ചെയ്തില്ല, അത് ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ച് ആ ടേബിളിൽ നിന്ന് എടുത്ത് ചുമ്മാ അങ്ങ് സൈൻ ചെയ്യുവാണ് കേട്ടോ. ഇത് കണ്ട് പവിത്ര പറയുന്നുണ്ട്, സാർ എന്താ ചെയ്ത്, സാർ അതൊന്നും വെരിഫൈ ചെയ്തല്ലോ, ഞാൻ ചെയ്തായിരുന്നു എങ്കിലും എന്ന് പറയുമ്പോഴത്തേക്കും ആദർശ് പറയാണ്, എന്താ ഇനിയിപ്പോൾ ഞാൻ വെരിഫൈ ചെയ്യണമായിരിക്കുമോ, എനിക്കറിയാം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. എന്നിട്ട് പറയും, നമ്മൾ പണത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നത്, പണത്തിനപ്പുറം കുറേ മൂല്യങ്ങളുണ്ടെന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചോദിക്കും, സാറിൻ്റെ വൈഫ് പോയതിൻ്റെ ഇതാണോ, പിണങ്ങിയാണോ പോയെന്നൊക്കെ ചോദിക്കുമ്പോഴേയും എന്നെ ആണെങ്കിൽ താൻ കൂട്ടിക്കൊണ്ട് വരുമോ എന്നൊക്കെ ചോദിച്ച് പവിത്രയോട് ദേഷ്യപ്പെടുവാണ് കേട്ടോ. അപ്പോഴൊന്നും പവിത്ര ഒന്നും മിണ്ടുന്നില്ല. പവിത്ര എന്നിട്ട് ഫോൺ എടുത്തിട്ട് നയനെ വിളിച്ചിട്ട് പറയും, സാറിന് എന്തോ മാനസിക സമ്മർദ്ദം ഉണ്ടെന്ന് തോന്നുന്നത്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇന്ന് ഓഫീസിൽ നിന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നയനയുടെ വീട്ടിലെത്തുവാണ്. നയനയുടെ വീട്ടിലെത്തുമ്പോഴത്തേക്കും നയനയുടെ അച്ഛനെ അവരെ വീട്ടിലോട്ട് സ്വീകരിക്കുകയൊക്കെ ചെയ്യുമ്പം ആ മുത്തശ്ശൻ പറയുകയാണ്, ഈ മോള് തൻ്റെ ഒരു ഭാഗ്യമാണെന്നൊക്കെ പറയുവാണ് കേട്ടോ പുള്ളിക്കാരനോട്. അത് കഴിയുമ്പോഴത്തേക്കും അവർ പറയുവാണ്, നിങ്ങൾ ഈ സമയത്ത് വരുമെന്ന് കനക വിളിച്ച് പറഞ്ഞിരുന്നു, അതുകൊണ്ട് മോള് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഉച്ചഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശനും പറയണം, അത് നേരാ, കുറേ നാളായി ഒരു സ്വാദുള്ള ഭക്ഷണം കഴിച്ചിട്ട്, എന്തായാലും കഴിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയണം, അവിടെ ഇപ്പം ദേവയാനിയും ജലജയും കൂടെ പണിയെടുക്കുന്നുണ്ട്, എല്ലാം കണക്കാന്ന് പറയുകയാണ്. എന്നിട്ട് നയന ഫുഡ് വിളമ്പാൻ വേണ്ടിയിട്ട് അങ്ങ് പോവുകയാണ്. ആ സമയത്ത് കാണിക്കുന്ന നമ്മുടെ ദേവയാനി ജലജയും കൂടെ ഉള്ള കോൺവെർസേഷൻ ആണ് കേട്ടോ അടുക്കളയിൽ. ദേവയാനി പറയുന്നുണ്ട്, ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ട് എഴുന്നേറ്റാലും നീ എല്ലാം ചെയ്യണം, കല്യാണത്തിന് മുമ്പ് ഞാൻ വന്ന് കയറിയ സമയത്ത് നീ എല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ, പിന്നെ നിനക്കിപ്പോൾ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ട് കനക അങ്ങ് വരുന്നുണ്ട്. കനക എന്നിട്ട് പറയും, നിങ്ങൾക്ക് പറ്റുകയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങളെല്ലാം രണ്ടുപേരും രാവിലെ കുറേ നേരം കിടന്നുറങ്ങണം ഈ വീട്ടിലുള്ളവർ പ്രാർത്ഥിക്കണേ, എങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാമല്ലോ എന്നാന്ന് പറഞ്ഞ് ഇവരെ കളിയാക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് കനക അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. എന്നിട്ട് ജലജ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുവാണ്, ഇതിപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാനിവിടുത്തെ എല്ലാ പണിയും എടുക്കേണ്ടി വരും, ഞാൻ കുറച്ച് വിമ്മോ എന്തെങ്കിലും കലക്കി കൊടുക്കും, അങ്ങനെയല്ല അതിൻ്റെ വയറിളകുമ്പോൾ തന്നെ എൻ്റെ കുക്കിംഗ് നിർത്തിക്കോളാൻ പറയും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് ദേവേനി എന്ന് പറയുന്നുണ്ട്, എന്നെ കൊണ്ട് ഇത് തന്നെ പറ്റത്തില്ല, നീ എന്തായാലും കൂടിയേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് അവർ രണ്ടും അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ